ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, WH ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതായത് WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ട്, വെൻ, വിച്ച്, വേറെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതെങ്ങനെ സിമ്പിളായ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം എന്നും പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ WH ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാനൊരു സെൻറ്റൻസ് പറയാം. നീ പോവുകയാണോ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട് അല്ലേ. നീ പോവുകയാണോ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നീ ആണ് സബ്ജക്റ്റ്, ആർ യു ഗോയിങ് എന്നാണ്. ആർ യു ഗോയിങ്, നീ പോവുകയാണോ എന്നാണ്. നീ എങ്ങോട്ട് പോവുകയാണ് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. നീ എങ്ങോട്ട് പോവുകയാണ് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? വേർ എന്ന്. എവിടെ? വേർ എവിടെ? വേർ എന്നുള്ള WH ക്വസ്റ്റ്യൻ നമുക്കതിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എങ്ങനെയാണ് ഇത് WH ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്യുക? ഒന്നും നോക്കാനില്ല. ആർ യു ഗോയിങ് എന്നുള്ളതിനെ ഫസ്റ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? വേർ എന്ന് ആഡ് ചെയ്യുക. ആർ യു ഗോയിങ്, നീ പോവുകയാണോ? വേർ ആർ യു ഗോയിങ് അല്ലേ. വേർ ആർ യു ഗോയിങ്, നീ എങ്ങോട്ട് പോവുകയാണ്? എളുപ്പമല്ലേ. അതുപോലെ തന്നെ അവൾ കഴിക്കുകയാണ്. അവൾ കഴിക്കുകയാണ് എന്ന് പറയാറുണ്ട്. അവൾ കഴിക്കുകയാണ്, അപ്പം അവൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കണം. അവൾ കഴിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? ഷീ ഈസ് ഈറ്റിംഗ് എന്നാണ് അല്ലേ. ഷീ ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇനി അവൾ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? അവൾ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മുടെ ഓക്സിലറിയെ ഫസ്റ്റിനെ കൊണ്ടൊരു സബ്ജക്റ്റ് രണ്ടാമത് വരും. അപ്പം ഈസ് ഷീ ഈറ്റിംഗ് എന്നാവും. ഈസ് ഷീ ഈറ്റിംഗ്. ഈ ഒരു സെൻറ്റൻസിന് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, അവൾ എന്ത് കഴിക്കുകയാണ്? അവൾ എന്താണ് കഴിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കണം. എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? എന്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വാട്ട് എന്നാണ് അല്ലേ. വാട്ട് ഈസ് ഷീ ഈറ്റിംഗ്? വാട്ട് ഈസ് ഷീ ഈറ്റിംഗ്? അവൾ എന്ത് കഴിക്കുകയാണ് അല്ലെങ്കിൽ അവൾ എന്താണ് കഴിക്കുന്നത്? സിമ്പിളാണല്ലോ. നമുക്ക് ഏത് ഓക്സിലറി യൂസ് ചെയ്തും ചോദിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഇംഗ്ലീഷ് ആണോ പഠിച്ചത്? നീ ഇംഗ്ലീഷ് ആണോ പഠിച്ചത് എന്ന് ചോദിക്കുമ്പം ഇവിടെ പാസ്റ്റിലാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. നീ ഇംഗ്ലീഷ് ആണോ പഠിച്ചത്? അപ്പം എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് ആണോ പഠിച്ചത്? ഇവിടെ നീ എന്താണ് പഠിച്ചത് എന്ന് നമുക്ക് ചോദിക്കാം. നീ എന്താണ് പഠിച്ചത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ അവിടെ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വാട്ട് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വാട്ട് എന്ന് യൂസ് ചെയ്യണം അല്ലേ. നേരത്തെ ഓക്സിലറി ഈസ് ആറ് എന്നായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ഡിഡ് ആണ് ഓക്സിലറി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നീ ഇംഗ്ലീഷ് ആണോ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. നീ എന്താണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പഠിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ പാസ്റ്റ് ആണ്. സോ വാട്ട് ഡിഡ് യു ലേൺ? വാട്ട് ഡിഡ് യു ലേൺ? നീ എന്താണ് പഠിച്ചത് എന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഡിഡ് യു ലേൺ അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു സ്റ്റഡി എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പോവുകയാണ് എന്ന് പറയാറുണ്ട്. ഞാൻ പോവുകയാണ്, ഐ എം ഗോയിങ് അല്ലേ. ഞാൻ പോവുകയാണ്. നീ പോവുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? നീ പോവുകയാണോ? നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? നീയാണ് സബ്ജക്റ്റ്, ആർ യു ഗോയിങ് അല്ലേ. ആർ യു ഗോയിങ്, നീ പോവുകയാണോ? എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, നീ എപ്പോൾ പോകും? നീ എപ്പോൾ പോകും എന്നെങ്ങനെ ചോദിക്കാം? ഇവിടെ വരാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം എങ്ങനെ നീ എപ്പോൾ പോകും എന്ന് നമുക്ക് ചോദിക്കണം അല്ലേ. നീ എപ്പോൾ പോകും? ഞാൻ പോവുകയാണ്, നീ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു. ഇനി നെക്സ്റ്റ് WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്നുള്ളതാണ്. അപ്പം നീ എപ്പോൾ പോകും എന്ന് പറയുമ്പോഴേ ഇവിടെ വരാനിരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഓക്സിലറി ഏതാണെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിന് തൊട്ട് മുമ്പേ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ WH ക്വസ്റ്റ്യൻ ആയ വെന്ന് യൂസ് ചെയ്യണം. എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വെൻ വിൽ യു ഗോ?
വെൻ വിൽ യു ഗോ, നീ എപ്പോൾ പോകും. ഓക്കെ, നെക്സ്റ്റ് അവൾ വിളിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അവൾ വിളിച്ചോ, ഇവിടെ ചോദിക്കുന്നത് എന്താണ്, പാസ്റ്റിലാണ്. ഡിഡ് ഷീ കോൾ, ഡിഡ് ഷീ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിളിച്ചോ എന്നാണ്. അവൾ വിളിച്ചു എന്ന് പറയണമെങ്കിലോ അത് ആൻസർ ഷീ കോൾഡ് എന്നാണ് അല്ലേ. അവൾ വിളിച്ചു, ഷീ കോൾഡ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അവൾ ആരെയാണ് വിളിച്ചത്, ഇതും പാസ്റ്റ് ആണ്. അവൾ ആരെയാണ് വിളിച്ചത്, ഇവിടെ നമ്മുടെ WH ക്വസ്റ്റ്യൻ എന്താ വരിക, നിങ്ങൾക്കറിയാലേ, ആരെ എന്ന് പറയുമ്പോൾ ഹൂ ആണ് വരിക. അപ്പം അവൾ ആരെയാണ് വിളിച്ചത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഹോം യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഹൂം യൂസ് ചെയ്യുക കേട്ടോ. ഹോം ഡിഡ് ഷീ കോൾ അല്ലേ. ഹോം എന്ന് പറയുന്നതും ഒരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹോം ഡിഡ് ഷീ കോൾ, ഹോം ഡിഡ് ഷീ കോൾ, അവൾ ആരെയാണ് വിളിച്ചത്. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് നിന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിലോ ആരാണ് നിന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതും പാസ്റ്റ് ആണ്. ഇവിടെ ആരാണ് നിന്നെ വിളിച്ചത് എന്നുള്ള പാസ്റ്റ് ആണ് ചോദിക്കുന്നത്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്, WH ക്വസ്റ്റ്യൻ. അപ്പം ഹൂ കോൾഡ് യു, ഹൂ കോൾഡ് യു, ആരാ നിന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു അല്ലേ. ഹൂ കോൾഡ് യു, അപ്പോൾ ഹൂ യൂസ് ചെയ്തു, ഹൂം യൂസ് ചെയ്തു, വാട്ട് യൂസ് ചെയ്തു, വെൻ യൂസ് ചെയ്തു, വിച്ച് യൂസ് ചെയ്തു, വേർ യൂസ് ചെയ്തു അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻ വേർഡും നമ്മൾ എങ്ങനെ ഈസിയായി ഉപയോഗിക്കാം എന്ന് പഠിച്ചു. നമ്മളൊരു സെൻറ്റൻസ്, ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കുക. നീ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ തൊട്ട് മുമ്പേ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എവിടെ എന്നുള്ള WH ക്വസ്റ്റ്യനായ വേർ എന്ന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് വെന്നും വിച്ചും വേറും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ തരാം. നീ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, നീ എപ്പോൾ വന്നു, നീ എപ്പോൾ വന്നു, ഞാൻ വന്നു, നീ വന്നോ എന്ന് ചോദിച്ചു, അതിനൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നീ എപ്പോൾ വന്നു എന്നുള്ളത് എങ്ങനെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോൾ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമുക്കറിയാം അല്ലേ, വെൻ ആണെന്നറിയാം. നീ എപ്പോൾ വന്നു എന്ന് പറയുന്നത് പാസ്റ്റാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പറയും, അപ്പോൾ വെന്ന് വേണം, അതിൻ്റെ ഓക്സിലറി വേണം, വെർബ് വേണം, സബ്ജക്റ്റ് വേണം, ഒക്കെ വേണം. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് സെൻറ്റൻസൊക്കെ നിങ്ങൾ അതിന് കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇതുപോലെ പറയാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളും ഇങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.